നമസ്കാരം. ഇക്കഴിഞ്ഞ അഖിലേന്ത്യാ പണിമുടക്കിൽ KSRTCക്ക് നഷ്ടം 4.7 കോടി രൂപ. ടിക്കറ്റേതര വരുമാനം ഉൾപ്പെടെ ആകെ ലഭിച്ച വരുമാനം 1.83 കോടി രൂപ മാത്രമാണ്. ശമ്പളവും ഡീസലും വായ്പാ തിരിച്ചടവും പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള ചെലവ് 6.46 കോടി രൂപ. നഷ്ടം 4.70 കോടി രൂപ. 6 മാസത്തെ ശമ്പള വിതരണത്തെ ഈ നഷ്ടം ബാധിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജൂലൈ 9 ട്രേഡ് യൂണിയനുകൾ നടത്തിയ അഖിലേന്ത്യാ പണിമുടക്കിൽ KSRTCയിലെ ഭൂരിഭാഗം തൊഴിലാളികളും അതിൽ പങ്കാളികളായിരുന്നു. പല ഡിപ്പോകളിലും സർവീസിനിറങ്ങിയ ബസ്സുകൾ തടയുകയും ചെയ്തു. KSRTC സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാക്കുകൾ തൊഴിലാളികൾ തള്ളിക്കളഞ്ഞു. പണിമുടക്കിന്റെ ഭാഗമായതോടെ KSRTCയുടെ ദിവസ വരുമാനത്തിൽ ഇടിവും സംഭവിച്ചു. ജൂൺ 9 ആകെ ലഭിച്ച വരുമാനം 1.83 കോടി രൂപയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ വർഷം ജൂലൈ 10 ബുധനാഴ്ച കോർപ്പറേഷൻ ലഭിച്ച വരുമാനം 7.25 കോടി രൂപ. ചെലവ് 7.63 കോടി രൂപ. നഷ്ടം 38 ലക്ഷം രൂപ. SBI ബാങ്കിൽ നിന്ന് 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നത്. ഒരു ദിവസം തിരിച്ചടവ് പലിശയിൽ ഉണ്ടാകുന്ന വ്യതിയാനം ശമ്പള വിതരണത്തെ താളം തെറ്റിക്കുകയും ചെയ്യും. ഇപ്പോഴുണ്ടായ ഈ പ്രതിസന്ധി വരാൻ പോകുന്ന 6 മാസത്തെ ശമ്പള വിതരണം അവതാളത്തിൽ ആകുമെന്നാണ് മാനേജ്മെന്റിന്റെ വാദം.